ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. പക്ഷേ എൻ്റെ ഈ ഒരു ഓർഡറിൽ അതൊരു വേസ്റ്റ് ഇംപ്രഷൻ ആയിപ്പോയോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. ഈ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു സ്കൂൾ മേറ്റാണ്. ആളുടെ ചേച്ചിയുടെ മോൻ്റെ ഒരു 6 month സെലിബ്രേഷന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അയച്ചു തന്നതിൽ യെല്ലോ ആൻഡ് വൈറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കളറ്. അങ്ങനെ യെല്ലോ ഗനാഷ് സെറ്റ് ചെയ്തു. ദെൻ നമ്മൾ കേക്കിലേക്ക് ഒഴിച്ചപ്പം കൺസിസ്റ്റൻസി കുറച്ചൊന്ന് ലൂസായിപ്പോയി. അങ്ങനെ കേക്കിൻ്റെ ഞാൻ വിചാരിച്ചൊരു ഔട്ട്പുട്ട് കിട്ടിയില്ല. അങ്ങനെ ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു ഷെയ്ഡല്ല കളർ എന്നുള്ളത്. അപ്പോഴാണ് ഞാനും അറിയുന്നത്. അങ്ങനെ പിന്നെ ഓക്കെ കുഴപ്പമില്ല, ഫസ്റ്റ് ഓർഡർ അല്ലേ, വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ കേക്ക് ഒന്നുകൂടെ ഒന്ന് റീവർക്ക് ചെയ്തെടുത്തു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗനാഷ് ഒഴിച്ചിട്ട് പിന്നെയും റീവർക്ക് ചെയ്യുന്നത് കേട്ടോ. അതൊരു എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ രണ്ടാമതും കേക്കൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് അവള് പറഞ്ഞ ഈ ഒരു കറക്റ്റ് കളർ എനിക്ക് കിട്ടുമോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ആ ഒരു കളറിലേക്ക് സെറ്റ് ചെയ്തെടുത്തു. അങ്ങനെ നമ്മളത് കേക്കിലേക്ക് ഡ്രിപ്പ് ചെയ്ത ടൈമിൽ ഈ ഒരു അവസ്ഥയായിരുന്നു. എന്താണെന്നറിയില്ല, ഒരുമാതിരിയുള്ളൊരു കൺസിസ്റ്റൻസി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തു. അവർ കളറൊക്കെ ഓക്കെയാണ്, കാര്യമൊക്കെ പറഞ്ഞു. അവർക്ക് വലിയ കുഴപ്പമൊന്നും ഫോട്ടോയിലൂടെ അവർക്ക് തോന്നിയില്ല. പക്ഷെ എനിക്കാണെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ ആകെ മാറിപ്പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഒന്നാമത് നമ്മളൊരു ഗനാഷിൻ്റെ ഒരു ടെക്സ്ചറേ അല്ല. അങ്ങനെ പിന്നെയും ഞാൻ പറഞ്ഞു ഒന്നുകൂടി റെഡിയാക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറേ സമയം നമ്മൾ പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ കേക്ക്. അതും കൂടെ ഒന്ന് ഓർമ്മയിൽ വെക്കണം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പരീക്ഷണം എന്ന രീതിയിൽ ഞാൻ പിന്നെയും ട്രൈ ചെയ്തു കേട്ടോ. ഒന്നാമത് കേക്കിൽ നമ്മൾ പിന്നെയും ക്രീം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒന്ന് സെറ്റ് ആവാനുള്ള ടൈം നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രീം ഒരുമാതിരി കിടക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ കേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഗൈസ്. എന്ത് ചെയ്യാനാ, എല്ലാ ദിവസവും നമുക്കൊരുപോലെ കിട്ടില്ല. പിന്നെന്ന് പറയാൻ ഇനിയൊരു ഗനാഷ് ഇങ്ങനെ 8ന്റെ പണിയല്ല 18ന്റെ പണി തരുന്നു ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തു. അവൾക്ക് ഓക്കെയാന്ന് പറഞ്ഞു. റൈറ്റിംഗ് എഴുതിയിട്ട് വെച്ചോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. വേറെ വല്ല കസ്റ്റമറും ആയിരിക്കണം, അവരുടെ വഴക്ക് മൊത്തം കേൾക്കേണ്ടി വരുമായിരുന്നു. ഇവിടെ പിന്നെ അറിയുന്നതാണെങ്കിലും എന്താണെങ്കിലും അവർ നല്ലപോലെ കംഫർട്ടാക്കിയിട്ടാണ് കേട്ടോ എന്നോട് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ സോ ഗ്രേറ്റ്ഫുൾ ആണ്. ചില ടൈമിൽ കളേഴ്സ് ആഡ് ചെയ്യുമ്പം ഇങ്ങനെ വരാറുണ്ട് എന്ന് കാണാറുണ്ട്. പക്ഷെ എനിക്കിതുവരെ വന്നിട്ടും ഇല്ലായിരുന്നു. അങ്ങനെ റൈറ്റിങ്സ് ഒക്കെ സെറ്റ് ചെയ്ത് അവൾ വന്ന് പിക്ക് ചെയ്തായിരുന്നു കേട്ടോ. സോ ഗായ്സ്, ഇന്നത്തെ വർക്ക് ഒരു ബ്രോസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ത് ചെയ്യാനാ, കേക്ക് എന്തായാലും അവർക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പാക്കലാം. ബൈ ബൈ.